ശ്രീമാത്രേ നമ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇന്നിവിടെ വന്നത് വളരെ അടുത്ത ചില സുഹൃത്തുക്കള് ലളിത സഹസ്രനാമത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ലളിത സഹസ്രനാമത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് കൊണ്ടൊന്നും ആവില്ല. മറ്റൊന്ന്, ലളിത സഹസ്രനാമത്തെ കുറിച്ച് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. കാരണം ഒരു അമ്മയുടെ ദേവിയുടെ ഉപാസകൻ എന്ന നിലയിൽ അമ്മയെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് കുറച്ച് വിശദമായി തന്നെ ഒരു എപ്പിസോഡിൽ നിൽക്കാത്ത അമ്മയുടെ 1000 നാമങ്ങൾ, തീർച്ചയായും മന്ത്രപൂർണമായ നാമങ്ങൾ, ഈ ഓരോ നാമങ്ങളും എന്താണ് എന്നൊക്കെ ഒരു വിശദീകരണമാവാം നമുക്കിനി വരുന്ന എപ്പിസോഡുകൾ. അപ്പൊ അതിനു മുമ്പ് എന്താണ് ലളിതാ സഹസ്രനാമം എന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പലരും ലളിതാ സഹസ്രനാമം, ശ്രീമാതാ, ശ്രീമഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി മുതലായ ആ നാമങ്ങളൊക്കെ പലർക്കും ബൈഹാർട്ടായ നാമങ്ങളാണ്. പക്ഷെ നമുക്ക് ഇന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് ലളിത സഹസ്രനാമത്തിലെ കുറിച്ചൊരു യാത്ര പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ആരാണ് ലളിത? ശ്രീ ലളിത ത്രിപുര സുന്ദരി. ത്രിപുരങ്ങളിലും വെച്ച് സുന്ദരിയായാൽ അവളാണ് ലളിത. 3 പുരങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരിയായ സൗ എന്ന് പറയുന്ന ലളിത. ഇതൊരു ധ്യാനമാണോ, അല്ലെങ്കിൽ ഇതൊരു സ്തോത്രമാണോ, കേവല പ്രാർത്ഥന മാത്രമാണോ, അല്ല ഇതൊരു മന്ത്രമാണോ എന്നൊരു ചോദ്യവും വരും. ഉത്തരം ലളിതാ സഹസ്രനാമത്തിന് തുടക്കത്തിൽ നമുക്കറിയാം. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ മഹാമന്ത്രസ്യ ഹയഗ്രീവ ഋഷി. അപ്പൊ ലളിതാ സഹസ്രനാമം ഒരു മഹാമന്ത്രം. മുൻപ് പറയാറുണ്ട്, മന്ത്രം എന്ന് പറയുന്നത് ജപിക്കും തോറും നമ്മെ മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് മന്ത്രം. അപ്പൊ ലളിതാ സഹസ്രനാമം, അപ്പൊ ഒരു മന്ത്രത്തിന് നിർബന്ധമായും ഒരു ഋഷി ഉണ്ടാവും. ഒരു മന്ത്രത്തിന് തീർച്ചയായിട്ടും ഒരു ഋഷി ഉണ്ടാവും, അതിന് ഒരു ബീജമുണ്ടാവും, ഒരു ദേവത ഉണ്ടാവും, ഛന്ദസ് ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇവിടെ ആരാ ഋഷി? ഒരു മന്ത്രത്തിന്റെ ഋഷി. ആ മന്ത്രം കണ്ടെത്തിയ ആളാണ് ഋഷി. മന്ത്രം കണ്ടുപിടിച്ച ആളല്ല ഋഷി, മന്ത്രം കണ്ടെത്തിയ ആളാണ് ഋഷി. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇല്ലാത്ത ഒന്നിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അമേരിക്കയെ കണ്ടെത്തുക ചെയ്യുന്നത്, കണ്ടുപിടിക്കുകയല്ല. അമേരിക്ക അവിടെ ഉണ്ട്, ഓൾറെഡി അമേരിക്ക അവിടെയുണ്ട്. ആ അമേരിക്കയെ കണ്ടെത്തുന്നു. അത് തന്നെയാണ് ഇവിടെ കൃഷി. മന്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാലില് എങ്ങനെ വെണ്ണയും തൈരും ഒക്കെ ഉണ്ടോ, ആ പാല് കടഞ്ഞെടുത്ത് വെണ്ണയാക്കി മാറ്റുന്ന ആ കടകോലാണ് കൃഷി. അതായത് പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചത്തെ കടഞ്ഞ് അതിലെ മന്ത്രത്തെ എടുക്കുന്ന ഒരാൾ. മന്ത്രം ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ആ മന്ത്രത്തെ കണ്ടെത്തുന്ന ഒരാൾ ഋഷി. അപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ ഋഷി എന്ന് പറയുന്നത് ഹയഗ്രീവനാണ്. ഹയഗ്രീവൻ അറിയാം, ഹയം കുതിരയുടെ മുഖത്തോട് കൂടിയ ദേവനാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, മഹാസാത്വികനാണ്. അപ്പൊ അതുകൊണ്ട് ലളിതാ സഹസ്രനാമം മഹാസാത്വികമാണ് എന്ന് വരുന്നു. എന്നുവെച്ചാൽ അത് ഘോരമല്ല എന്നർത്ഥം. ഈ സാത്വികമായ മന്ത്രങ്ങളുടെ പ്രത്യേകത, അത് നിങ്ങൾക്ക് ജപിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജപിച്ചു പോകാം. ലളിതാ സഹസ്രനാമത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട്, വേറെ താന്ത്രികമായ ഒരു വശം കൂടിയുണ്ട്. നമ്മൾ പൊതുവെ ചിലരൊക്കെ നമ്മൾ എളുപ്പ വഴികളുടെ ആളാണ്. എളുപ്പം മോക്ഷത്തിലേക്ക് എത്തുക, എളുപ്പം കാര്യങ്ങളിലേക്ക് എത്തുക.
അതുകൊണ്ട് സാധാരണ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ശക്തികുണ്ട സംഭൂത എന്ന് ജപിച്ചു പോകുന്നതിന് പകരം ചിലർ ഇത് ഭയങ്കരമായിട്ട് ഓം ശ്രീമാത്രേ നമ, ഓം ശ്രീ മഹാരാജ്ഞേ നമ, ഓം ചിലഗ്നികുണ്ട സംഭൂതായ നമ എന്നൊക്കെ ജപിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ജപിക്കരുത്, അങ്ങനെ ജപിക്കാനേ പാടില്ല. അങ്ങനെ ജപിക്കുമ്പോൾ നിർബന്ധമായും അത് അർച്ചനയാണ്. നിർബന്ധമായും നിങ്ങൾ ഒരു പുഷ്പമോ ജലമോ കുങ്കുമമോ എന്തെങ്കിലും അർച്ചന ചെയ്തുകൊണ്ട് വേണം അങ്ങനെ ജപിക്കാം. അല്ലാതെ നമുക്ക് സാധാരണ പോലെ ജപിക്കാം. അതും നിങ്ങൾക്ക് മാനസിക ജപമല്ല ലളിതാ സഹസ്രനാമം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. സഹസ്രനാമം ഉച്ചത്തിൽ ജപിക്കണം, ചുണ്ടുകൾ അറിഞ്ഞു തന്നെ ജപിക്കണം. നമ്മുടെ ഋഷീശ്വരന്മാര് അല്ലെങ്കിൽ നമ്മുടെ പ്രപിതാമഹന്മാര് മന്ത്രം ഉറക്കെ ജപിക്കണമെന്ന് പറയുന്നത് മന്ത്രം കേൾക്കുന്ന സകല ജീവജാലങ്ങൾക്കും മോക്ഷപ്രദായകമാണ്. അതായത് നിങ്ങളിലേക്ക് മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ജപം കൊണ്ട് മറ്റുള്ള ജീവജാലങ്ങൾക്കും കൂടി മോക്ഷത്തിന് കാരണമാവണം. മോക്ഷത്തിന് കാരണമാകുന്ന അവസ്ഥ കഴിഞ്ഞ് നിങ്ങൾ വേറൊരു തലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മന്ത്രം ഇങ്ങനെ വർക്ക് ചെയ്തു, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മന്ത്രം ഇങ്ങനെ നിങ്ങളുടെ ഓരോ കോശങ്ങളും ഓരോ സെൽസും ഇങ്ങനെ ജപിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഋഷിയെ കുറിച്ചാണ്. ക്ഷമിക്കണം, എനിക്കിങ്ങനെ കാട് കയറി പോകുമ്പോൾ ഞാൻ തന്നെ എന്നെ ഒരു കടിഞ്ഞാലിട്ട് പിടിച്ചോളാം. ഹയഗ്രീവനാണ് ഋഷി. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഹയഗ്രീവൻ. സാത്വികനാണ്, ഒട്ടും തമോ ഗുണമില്ലാത്ത സത്വഗുണമുള്ള ഹയഗ്രീവൻ. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിലെ എല്ലാ നാമങ്ങളും സാത്വികമായ നാമങ്ങളാണ്. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് പശുലോക ഭയങ്കരി എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ അത് നമുക്ക് വരുന്ന ഇടങ്ങളിൽ ആ നാമത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്താണ് പശുലോക ഭയങ്കരിയാണോ പശുലോക അഭയങ്കരിയാണോ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഋഷി എന്താണെന്ന് മനസ്സിലായി. ഇനി അതിന് ഒരു ഛന്ദസ് ഉണ്ട്. സംഗീതത്തില് രാഗമുള്ളത് പോലെ എന്നൊക്കെ രാഗങ്ങൾ വ്യത്യാസപ്പെടുന്നത് പോലെ മന്ത്രത്തിലൊരു താളക്രമമുണ്ട്. അത് നമ്മുടെ കണക്ട് ടു അവർ ബ്രീത്ത്, നമ്മുടെ ശ്വാസവുമായി നമ്മുടെ ശ്വാസതാളവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഛന്ദസ്. നമ്മൾ ജപിക്കുമ്പോൾ നമ്മളുടെ ശ്വാസം ഇങ്ങനെ അതുമായി വളരെ മാച്ചായിട്ട് നമ്മളുടെ ഉള്ളിലെ പ്രാണനെ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ശ്വാസത്തെ തന്നെ അത് കൺട്രോൾ ചെയ്ത് ശ്വാസവും നമ്മളുടെ ജപവും ഒന്നായി ഇങ്ങനെ മാറും. പിന്നെ ഒരു ബീജമുണ്ട് അല്ലെ, സൗ, ഒരു ബീജം. ബീജം എന്ന് പറയുന്നത് അർത്ഥം നല്ല സംസ്കൃതത്തിലെ വിത്ത്, വിത്ത് തന്നെയാണ് ബീജം. ഈ മന്ത്രത്തിലെ ബീജം എന്ന് പറഞ്ഞാൽ മന്ത്രത്തിലെ വിത്താണ്. വിത്തിനൊരു പ്രത്യേകത എന്താണ്? പ്രശ്നോപനിഷത്തൊക്കെ എടുത്ത് നോക്കാൻ നമുക്കറിയാം. ആ വിത്ത് നീ കണ്ടിട്ടില്ല എങ്കിൽ നീ ഒരു വലിയ മരത്തെ കണ്ടിട്ടില്ല എന്നർത്ഥം എന്ന് പ്രശ്നം പറയുന്നുണ്ട്. കാരണം ഒരു ചെറിയ വിത്തിനകത്താണ് ഒരു വലിയ പേരാൽ ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ അരയാൽ ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൻ വൃക്ഷം ഒളിച്ചിരിക്കുന്നത് ഒരു കൊച്ചു ബീജത്തിനകത്താണ്. അപ്പൊ അതീവ ശക്തിയുള്ള ഒരു മഹാ ചൈതന്യത്തെ, അതീവ ശക്തിയുള്ള ഒരു എനർജിയെ ഏറ്റവും ചെറുതാക്കി വെക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ബീജം എന്ന് പറയുക. ഇവിടെ സൗ എന്നുള്ളതാണ് ബീജം. സൗ എന്നുള്ള ബീജത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പറയാം. ഒരുപാട് പറയാനുള്ള ഒരു ഇടാണിത്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അത് പറഞ്ഞു പോകണം. പിന്നെ നിങ്ങൾ മന്ത്രത്തിൽ സഹസ്രനാമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കീലകം എന്നൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കീലകം, കീലകം എന്ന് പറയുന്നത് പൂട്ടാണ്. നമ്മളുടെ മൊബൈൽ ഫോണിനെ ഒരു പാസ്വേഡ് ഇട്ട് സംരക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇട്ട് സംരക്ഷിക്കുന്നത് പോലെ
മന്ത്രത്തിന് ഒരു ലോക്ക്. ആ ലോക്കിനെയാണ് നമ്മൾ കീലകം എന്ന് പറയുക. അപ്പൊ എന്തിനാ ഈ ലോക്ക് എന്ന് ചോദിച്ചാൽ, ഇത് എന്തിനാ ഫോണിൽ ലോക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫോണ് അർഹതപ്പെടാത്തവര് എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ഫോണിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാവാം, കാര്യങ്ങൾ ഉണ്ടാവാം. ഇത് മറ്റൊരാള്, അത് യോഗ്യനല്ലാത്ത ഒരാൾ എടുത്ത് ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മൾ ഫോണിനെ ലോക്ക് ചെയ്യുന്നത്. അതുപോലെ മന്ത്രത്തിനും ഒരു ലോക്ക് ഉണ്ട്, അത് കീലകം. അപ്പൊ അതിനൊരു കീ വേണമല്ലോ. ഒരു പൂട്ടുണ്ട് വെച്ചാൽ അത് തുറക്കാൻ ഒരു താക്കോല് വേണം. അതാണ് ഗുരു. ശിഷ്യന് ഈ താക്കോല് എന്ന് പറയുന്നത് അവരുടെ ഗുരുനാഥനാണ്. ഈ ഗുരുനാഥൻ എന്ന താക്കോല് കൊണ്ടേ നമുക്ക് ഈ കീലകം തുറക്കാൻ പറ്റും. ഈ കീലം തുറക്കാൻ പറ്റും. ഈ കീലം തുറക്കുമ്പോഴാണ് ഇതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയാം. അപ്പോ പിന്നെ നമ്മൾ ന്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ന്യാസം എന്ന് പറയുന്നത് നമ്മളെ കണ്ണുകളില്, ചെവിയില് ഒക്കെ തൊട്ട് ചെയ്യുന്ന ചില കർമ്മങ്ങൾ. അത് നമ്മുടെ ദേവതയെ, നമ്മൾ ഏതൊരു ദേവതയാണോ അല്ലെങ്കിൽ ഏതൊരു ചൈതന്യത്തെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ ചൈതന്യത്തെ നമ്മളിലേക്ക് തന്നെ സ്ഥാപിക്കുന്ന ചടങ്ങാണ് ന്യാസം. എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അജിത് സായി അല്ല ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്, സാക്ഷാൽ ലളിത പരമേശ്വരി തന്നെയാണ്, ലളിത ത്രിപുര സുന്ദരി തന്നെയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരും സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ സാക്ഷാൽ ലളിതയാണ്, ഞാൻ സാക്ഷാൽ ത്രിപുര സുന്ദരിയാണ്. സുന്ദരി എന്നുള്ള വാക്കിന്റെ ജനറൽ പിടിക്കണ്ട. ഞാൻ സാക്ഷാൽ ത്രിപുര സുന്ദരിയാണ്, ഞാൻ ഇങ്ങനെ ജപിക്കുകയാണ്, ഞാൻ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളില് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ, അത് വളരെ സിമ്പിൾ പ്രോസസ്സോ, അത് വളരെ എളുപ്പമായ മാർഗമല്ല, കുറച്ച് പണിയുണ്ട്. ഈ ആത്മീയത, ധ്യാന, ഉപാസന എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് മതി എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നുന്ന, അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം. എനിക്ക് ഇനി വയ്യ എന്ന് പറഞ്ഞ് നമുക്ക് മതി, ഇതൊക്കെ നിർത്തിക്കളയാം എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഇത് തരണം ചെയ്ത് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ ഇതിന്റെ സിദ്ധിയിലേക്ക് എത്തുക. അപ്പൊ ഗുരുനാഥനൊക്കെ സഹസ്രനാമമൊക്കെ ഉപദേശിക്കുമ്പോ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ രഹസ്യങ്ങള്, സഹസ്രനാമമായാലും സൗന്ദര്യലഹരി ആയാലും എന്താണ് എന്ന് വ്യക്തമാക്കുന്നത്. അല്ലാതെ ശ്രീമാതാശ്രീ മഹാരാജ്ഞി ശ്രീമസിംഹാസനേശ്വരി എന്നുള്ളത് അറിയാം. സിന്ദൂരാരുണ വിഗ്രഹം മാണിക്യമൗലീശ്വരതാര നായക ശേഖരം സുലമുഖി മാപീന വക്ഷോരുഹ പാണിഭ്യാമളിപൂർണ്ണ രത്നശകം, ഈ ശ്ലോകങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്താ ഇതിനകത്തുള്ള ഉള്ളിൽ കിടക്കുന്ന സീക്രട്ട് എന്ന് വളരെ വൈകിയാണ് ഗുരുനാനക്ക് ഉപദേശിച്ചത്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ സീക്രട്ട് പറയാൻ ഞാൻ ആളല്ല, അത് പറയാനോട്ട് പാടില്ല വരും. പക്ഷെ ലളിതാ സഹസ്രനാമം എന്താണ് എന്ന് ഒരു സാമാന്യ വിവരണം നൽകാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി പറയുള്ളൂ, ലളിതാ സഹസ്രനാമം കഴിയുമെങ്കിൽ നിത്യജപത്തിൽ ഉൾപ്പെടുത്താം. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. സഹസ്രനാമം നിങ്ങളുടെ നിത്യപ്രാർത്ഥനയിൽ, നിത്യജപത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന സർവ അനാവശ്യ ശക്തികളും സർവ തമശക്തികളും ഒഴിഞ്ഞൊഴിഞ്ഞു പോകും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ലളിതാ സഹസ്രനാമം നിത്യമായി ജപിക്കുന്നുണ്ടെങ്കിൽ കടം എന്നൊരു കാര്യം, ഒരു വാക്ക് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. ലളിതാ സഹസ്രനാമം സ്ഥിരമായി ജപിക്കുന്നുണ്ടെങ്കിൽ ശത്രു എന്നൊന്നുണ്ടാവില്ല, എന്ന് പറഞ്ഞാൽ ശത്രുത എന്നൊന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളാണ്. ശത്രു സംഹാര ഹോമം, ശത്രു സംഹാര പൂജ. ദേവിയുടെ പണി നമ്മൾക്ക് വേണ്ടി കൊട്ടേഷൻ എടുക്കാനല്ല.
അമ്മ കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുമല്ല അമ്മ. അമ്മയ്ക്ക് ഒരു കൊട്ടേഷൻ എടുക്കാൻ അറിയാം. നിങ്ങൾ ശത്രു സംഹാര പൂജ നടത്തുമ്പോൾ അമ്മ എടുക്കുന്ന കൊട്ടേഷൻ നിങ്ങളുടെ ശത്രുവിനെ ഇല്ലാതാക്കുന്ന കൊട്ടേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ശത്രുതയെ ഇല്ലാതാക്കുന്ന കൊട്ടേഷനാണ്. കാരണം ലളിത ത്രിപുര സുന്ദരിയാണ് അവള്. 3 ത്രിപുരങ്ങളിൽ വെച്ച് സുന്ദരി. അതിനപ്പുറത്തൊരു സൗന്ദര്യമില്ല. അത്ര സുന്ദരിയായ ഒരാള് കൊട്ടേഷൻ എടുക്കുന്ന ആളാണ്. അപ്പോ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ കൃത്യമായ അക്ഷരസ്ഫുടതയോടെ വേണം ജപിക്കാൻ. എന്ന് വെച്ചാൽ ഈ നമ്മൾ മഴയത്തെ ചുറ്റുവിളക്ക് എന്നൊക്കെ പറയും. ചുറ്റുവിളക്ക് നടത്തുകയും വേണം, മഴയായതുകൊണ്ട് കുഴപ്പമില്ല, എണ്ണ കുറച്ച് മതി. ആ രീതിയിൽ ജപിക്കരുത്. വ്യക്തമായി കൃത്യമായ ഉച്ചാരണശുദ്ധിയോടെ കഴിയുമെങ്കിൽ ഒരു ശ്രുതിയോടെ, നാദത്തോടെ, നാദം ഓമിന്റെ എൻഡിൽ കിടക്കുന്ന ഒരു നാദവും അത് ദേവി തന്നെ, അത് അമ്മ തന്നെയാണ്. ഒരു ശ്രുതിയിൽ ജപിക്കാൻ, ഒരു ശ്രുതിയോടെ ആ നാദം ഇങ്ങനെ വെച്ചിട്ട് ആ നാദത്തില് തൊട്ടലൊക്കെ നവർന്നിരുന്നിട്ട് നമ്മുടെ ഭ്രൂമധ്യത്തിൽ ഇങ്ങനെ അമ്മയുടെ ആ ചുവന്ന നിറം ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഞാൻ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണെന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജപിക്കുമ്പോ നമ്മളുടെ ആ നമ്മൾ കാണുന്ന ആദ്യം ഇപ്പൊ നിറമൊന്നും നിങ്ങൾ കണ്ടു തരില്ല, ചുവപ്പ് നിറമൊന്നും കണ്ടു തരില്ല. പിന്നെ 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 ആ ചുവപ്പിങ്ങനെ കാണുകയും ആ ചുവപ്പിങ്ങനെ പടരുകയും ചുവപ്പ് മാത്രമാവുകയും ആ ചുവപ്പില്, അമ്മയുടെ ആ ചുവപ്പില് നമ്മളിങ്ങനെ ലയിച്ചു ചേരുകയും ചെയ്യും. ഞാൻ വെറുതെ പറയണില്ല, പരീക്ഷിച്ച് നോക്കുക. സഹസ്രനാമം ഒന്ന് കറക്റ്റായി ജപിച്ചു നോക്കുക, നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവും. അപ്പൊ സഹസ്രനാമത്തെ കുറിച്ച് നമുക്കറിയാലോ. ഹയഗ്രീവൻ ഭണ്ഡാസുര വധത്തിന് ശേഷം അമ്മയ്ക്ക് അല്ലെ ഭണ്ഡാസുര വധോദ്യുക്ത ഒക്കെ നാമത്തിലുണ്ട്. നമുക്കറിയാം എന്താ ഭണ്ഡാസുരൻ എന്ന് പറയാം. ഭണ്ഡാസുരൻ കേവലമായ ഒരു അസുരനാണോ എന്ന് പറയാം, അല്ലെങ്കിൽ ഭണ്ഡാസുരൻ അതൊരു പ്രതീകമാണോ എന്ന് പറയാം. അതിനൊരു എന്താണ് അതിനകത്തുള്ള ഒരു രഹസ്യം എന്ന് പറയാം, പറയാനാവുന്ന രഹസ്യം എന്ന് പറയാം. ഈ പല കാര്യങ്ങളും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഗൂഢാണ്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീലകം ഒക്കെ അതിന് വെച്ചതാണ്. നമ്മളത് യോഗ്യമായി എന്ന് ഗുരുനാഥന് തോന്നുമ്പോൾ നമുക്ക് തരിക. ഇത് തരുന്ന സാധനമൊക്കെ മുഴുവൻ മൈക്കെട്ടി പറയാനുള്ളതല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ലളിതാ സഹസ്രനാമം നിങ്ങളുടെ നിത്യജീവിതത്തിലൊരു ഭാഗമാക്കാം. ഇനി അടുത്ത ദിവസം എന്താണ് സിന്ദൂരാരുണ വിഗ്രഹാമന്ത്രി നയനാം മാണിക്യ മൗലി സ്ഫുരത്താര നായക ശേഖരാം സ്മിതമുഖി മാപീനവക്ഷോരുഹാം എന്നൊക്കെ തുടങ്ങുന്ന ധ്യാന ശ്ലോകങ്ങളുണ്ട്. ധ്യായേ പത്മാസനസ്ഥാം വികസിത വതനാം പത്മപത്രായതാക്ഷി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഈ ധ്യാന ശ്ലോകങ്ങൾ അതിൻ്റെ കൃത്യമായ അർത്ഥത്തോടെ, എന്തിനാണ് ആ ധ്യാന ശ്ലോകങ്ങൾ, അത് ആ അർത്ഥം അറിഞ്ഞ് സൗമ്യാം രക്തഘടസ്ഥ രക്തചരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ആ പിക്ചർ ഇങ്ങനെ മനസ്സിൽ കിട്ടും. അതിന്റെ അർത്ഥം സഹിതം നമുക്ക് അടുത്ത ദിവസം ധ്യാനം എന്താണ്, ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നുള്ള ഈ മന്ത്രങ്ങളിലേക്ക്, ഈ നാമങ്ങളിലേക്ക്, ഈ മന്ത്രങ്ങളിലേക്ക് പോകാം. സഹസ്രനാമത്തിലെ ഓരോ നാമവും ഗൂഢബീജാക്ഷരമുള്ള ഓരോ മന്ത്രമാണ് എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. എങ്കിൽ നമുക്ക് തുടർന്ന് പോകാം. അമ്മ ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ആ പര നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ ചൈതന്യവും അമ്മയുടെ കടാക്ഷവും അമ്മയുടെ കരുതലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം.
ഇത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന, ഇത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളിലേക്ക് ഇതെത്തിക്കുക. ഇത് കാരണം ഇത് ഒരു നമ്മൾ ചെയ്യുന്നൊരു മറ്റൊരു കർമ്മമാണിത്. അമ്മയുടെ കാര്യങ്ങൾ പറയുക, അമ്മയുടെ കാര്യങ്ങൾ എത്തിക്കുക എന്നത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് എന്ന് കരുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരെയും സാക്ഷാൽ ശ്രീ പരമേശ്വര അംശമായി കണ്ട് നമസ്കരിക്കുന്നു. ശ്രീമാത്രേ നമഃ.